ഹലോ, ഗുഡ് മോർണിംഗ്. പോയൊന്ന് സെറ്റാവട്ടെ. നേരെ പോയൊന്ന് ചെക്ക് ചെയ്യണം. അത് തന്നെ അതുകൊണ്ട് തൊണ്ടേക്കടഞ്ഞ് പോയൊന്ന് നോട്ട്. അതല്ല സെറ്റാണ്. നമ്മളത് എല്ലാം ഉള്ളിലോർമ്മ കുറയ്ക്കണം. സൈഫ ഇനി കുഴപ്പമില്ല. എനിക്ക് വേണ്ടി 3 മണിക്ക് തുറന്നാൽ മതിയെന്ന് തോന്നുന്നു. 3-2 മണിയാകുമ്പോൾ തുറന്നാൽ മതി. നമ്മളെല്ലാം കുറയ്ക്കണം. അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുറയ്ക്കും. വിസ്കിയിൽ പ്രഷർ കയറി കിടക്കും. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുറയ്ക്കും. എനിക്ക് കുബൂസ് നോക്കണം. ഇതും കഴിക്കണം. വേണ്ട, നമ്മൾ ആ ലെവൽ കുറച്ച് ശലം കൂടി കുറയ്ക്കണം. അങ്ങനെ ആ ലെവൽ അങ്ങനെ നോക്കിയിട്ട് ശലം കൂടി കുറയ്ക്കുന്നത്. ഇതും കഴിക്കണം. ചീസും മുട്ട കച്ചപ്പ് ഇതും കഴിച്ചിട്ട് കയറണം ഡ്യൂട്ടി. ഞാൻ കാണിച്ചു തരാം ഇതിനകത്തുള്ള സ്റ്റെപ്പ്. ഞാൻ പറഞ്ഞില്ല, മഴ പെയ്യുമ്പം വെള്ളം കാറ്റുണ്ടാകാതിരിക്കുന്നു. ഇതിവിടെ തുറന്ന് ഇതിനകത്ത് വയ്ക്കും. ഒരു സൈഡിൽ നിന്ന് വയ്ക്കും. പിന്നെ ഇത് തുറക്കൂലല്ല, ലോക്കായിട്ട് കിടക്കും. ഇനി നേരെ പോയി ഒന്ന് ഫുഡ് കഴിക്കണം. ഉച്ച അടുപ്പിച്ച് നല്ല വിശക്കണം. പിന്നെ കൊണ്ടുപോയി ഒന്ന് ഫോണും ചാർജ് ചെയ്യണം. ഈ മാസം പറ്റുമെങ്കിൽ എനിക്ക് ഇത് വാങ്ങിക്കണം കേട്ടോ, മൈക്ക്. ജസ്റ്റ് ശമ്പളം നോക്കട്ടെ. നമ്മളത് അടുത്ത മാസം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നീണ്ടു പോവും. ശമ്പളം വന്ന ഉടനെ ഒരു പാർട്ട് മാറ്റി വയ്ക്കും. ഇത് റെഡിയായിട്ടൊന്ന് കഴിക്കണം. പിന്നെ ഇപ്പോഴത്തേക്കൊന്ന് വിചാരിക്കുന്ന ചെറുതായിട്ടൊന്ന് വെള്ളം വന്ന് ചൂടാന്ന് വിടാം. ആ സമയം കൊണ്ടൊന്ന് ഫോണൊന്ന് ചാർജ് ചെയ്ത് വിടാം. അപ്പോൾ ഇത് റെഡിയാവും. ഇവിടുത്തെ പരിപാടി എന്ത് ചെയ്യും, വെള്ളം ചെറുതായിട്ട് നനച്ച് തീരും. എന്നിട്ട് ഇതൊന്ന് നനച്ചിട്ട് പോയി തൈരൊക്കെ എടുത്ത് ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ ഫുൾ ചാർജ് ആവും എന്നാണൊരു എക്സ്റ്റിമേറ്റ് പ്രതീക്ഷ. നോക്കാം. എന്നാ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ അതും കഴിക്കണം. ചാർജിന് കുറച്ചും കൂടി ഉണ്ട്, അതിന് കുഴപ്പമില്ല. 20% കയറാറുണ്ട്. എന്നാൽ 20% കിടക്കണത്, ബാക്കിയെല്ലാം പെട്ടെന്ന് തീരും. ഫുഡും കഴിച്ചിരുന്നു. നേരെ പോയി അവിടെ ഇരുന്ന് എല്ലാം നോക്കുക. വെള്ളം വന്നു നോക്കട്ടെ. ഇനി അടുത്ത് നേരെ ഇവിടെ നിന്ന് ഫോൺ ചോദിച്ചു. വെള്ളത്തിൻ്റെ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് അത് വെള്ളം വയ്ക്കാൻ നേരത്ത് ഫോണൊന്ന് ചാർജിലിടുകയും ചെയ്ത് അത് കൊടുത്തു. പിന്നെ അവിടെ പോട്ടു. പിന്നെ ഒരു 15 മിനിറ്റ് കഴിയുമ്പം മറ്റേ പുള്ളിക്കാരൻ പോവുകയും ചെയ്യും. ഇപ്പോൾ ഇന്ന് കമ്പ്യൂട്ടറൊക്കെ ഒന്ന് നോക്കണം. ടൈമൊക്കെ സെറ്റ്. പുള്ളിയുടെ ഡ്യൂട്ടിയും ഓവറായി. ആദ്യം പോയി അതൊന്ന് തുറന്നിട്ട് പോയി ഒന്നെല്ലാം ചെക്ക് ചെയ്യണം. ബാക്കി റൗണ്ട് അടിക്കുന്നു. കുറേ നാൾക്ക് ശേഷം ഇന്നാണ് തുറക്കേണ്ടി വരുന്നത്. ഈ സമയത്ത് ജസ്റ്റ് ഒരു 200 വരണമുണ്ട്. 230-35 അടുപ്പിച്ച് പോകണമുണ്ട്. എന്നൊരു 40 പോയിന്റ് 50 പോയിന്റ് കൂട്ടിയ കുഴപ്പമില്ലാതെ പോകും. പിന്നെ ബാക്കി വൈകുന്നേരം അഡ്ജസ്റ്റ് ചെയ്തു. അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ലെവലെല്ലാം നോക്കണം കമ്പ്യൂട്ടർ ബേസ്. ഇപ്പോഴത്തെ അത് കറക്റ്റാണ്.
എല്ലായിടം റൗണ്ട് അടിച്ച് കഴിഞ്ഞു. കുഴപ്പമില്ല. ഞാൻ അടുത്ത് പോയി ചെടിക്കുള്ള ഒഴിക്കും. അത് തന്നെ. എന്നും അതേ എടുത്തു കഴിഞ്ഞാൽ ബോറാവും. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പോയി ചെടിക്കൊക്കെ ഉള്ള ഒഴി സെറ്റാകണം. അയ്യോ, സാലറി വന്നില്ല. കട്ടശോകം. എന്തു ചെയ്യാനാണ് ഗായ്സ്. ചെടിക്കുള്ള ഒഴിച്ച് സെറ്റാക്കി. രാവിലെ ഒഴിച്ചുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് നനച്ചങ്ങോട്ടത്. കൂടുതൽ വെള്ളമായാലും അഴിവും, തണുപ്പല്ലേ. ഞാൻ അടുത്ത് പോയി ജസ്റ്റ് ഒന്ന് കുളിച്ച് സെറ്റാവണം. അതെ, ഞാൻ അടുത്ത് ജസ്റ്റ് പോയി സൺസെറ്റ് നോക്കി ലൈറ്റൊക്കെ ഓണാക്കി വിളിച്ച് പറയണം. അത് തന്നെ പക്കെല്ലാം സെറ്റാണ്. അയ്യോ, ഇവിടെ കാണാനുള്ളതല്ലേ. ഒരു പൊട്ടിക്കുണ്ട്. ഒരു 5 മിനിറ്റും കൂടി മുമ്പ് നേരത്തെ കിട്ടിയേനെ കറക്റ്റ്. പക്ഷേ വന്നാരെല്ലാം കാണാൻ വലിയ ഇതില്ല, രസമില്ല. അതിനെ അടുത്ത് പോയി ഒന്ന് ലൈറ്റൊക്കെ ഓണാക്കി ഒരു കോൾ വിളിച്ച് പറയാനുണ്ട്. ലെവൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട്. അത് തന്നെ. ഇനി അടുത്തൊന്നും ചെയ്യാനില്ല. നമ്മളതിൻ്റെ ലെവൽ കൂട്ടിച്ചിട്ടുണ്ട്. മറ്റത് സൈഫ അവൻ വന്നിട്ട് ഇനി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അവൻ ചെയ്യും. കോൾ വിളിച്ച് പറഞ്ഞ് അത് ഒന്നും ചെയ്യാനുമില്ലേ. അടുത്ത പരിപാടി ഒന്ന് കുറച്ച് നേരം കൊണ്ട് ഇവിടെ ഇരിക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യും. എല്ലാവരും നോക്കേണ്ടൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.